Hi friends, welcome to anasvlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഹൽവ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. സോ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 1 ലിറ്റർ പാലാണ് കാണിച്ചിട്ടുള്ളത്, പക്ഷേ 1.5 ലിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, അത് വേണ്ടിയിട്ടാണ് 2 പാക്കറ്റ് ബ്രെഡ് യൂസ് ചെയ്യുന്നത്. ഒരു പാക്കറ്റ് ബ്രെഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ പാൽഗോവ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട് 1/2 ലിറ്റർ, പിന്നെ ഏലക്ക ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് 4 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ വേഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ 4 ബ്രെഡ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരോ ബ്രെഡായിട്ട് കട്ട് ചെയ്യാം. ചില കല്യാണങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബ്രെഡ് ഹൽവ പറഞ്ഞിട്ട് വെറുതെ നമ്മൾ പറ്റിക്കുകയാണ് കേട്ടോ. വെറുതെ കേസരി ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രെഡ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അവർ ഇട്ട് കൊടുക്കും. അതാണ് ബ്രെഡ് ഹൽവ പറഞ്ഞിട്ട്. പക്ഷേ അതല്ല കേട്ടോ ബ്രെഡ് ഹൽവ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതാണ് ബ്രെഡ് ഹൽവ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബ്രെഡ് പീസൊക്കെ ഇട്ട് കൊടുക്കാം. മെല്ലെ ഇട്ട് കൊടുത്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റോസ്റ്റ് ആവും കേട്ടോ. സോ വേഗം നമുക്ക് ഇതുപോലെ തിരിച്ചിടുക. ഇതിപ്പോൾ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് 2 കളറായിട്ട് ഈ ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് വന്നിട്ട് നമുക്കൊരു ഡാർക്ക് ബ്രൗണിൻ്റെ ആ ഒരു കളറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് വേണ്ടിയിട്ട് ഒരുപാട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരുപാട് കരിഞ്ഞു പോകണ അത്രയ്ക്ക് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ആ ഒരു ലെവലാകുമ്പോഴേക്കും നമുക്ക് വേഗം എടുത്ത് മാറ്റാം. പിന്നെ ഉള്ള ഒരു കളർ വന്നിട്ട് ഒരു ഗോൾഡൻ കളറിന് ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് വേണ്ടിയത്. അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ, ഈ ഒരു കളർ ഷെയ്ഡാണ് നമുക്ക് വേണ്ടിയത്. ഇതുപോലെയുള്ള കളർ ഷെയ്ഡിൽ നമുക്ക് കുറച്ച് ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് 2 കളർ ഷെയ്ഡിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കളറും കിട്ടും നമ്മുടെ ബ്രെഡ് ഹൽവയ്ക്ക്. നമ്മൾ പ്രത്യേകിച്ച് കളേഴ്സൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറായിരിക്കും. ഓക്കെ, നമ്മുടെ ബ്രെഡൊക്കെ ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ബ്രെഡ് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് ബ്രെഡിന്. സോ ഒരു പാക്കറ്റ് നിങ്ങൾ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒരു 3/4 ലിറ്റർ പാൽ മതിയാവും. ഓക്കെ, പാലിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്ററിൻ്റെ അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇതുപോലെ തിളച്ച ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ പാൽഗോവ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ബ്രെഡ് വന്നിട്ട് സ്മാഷ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ ഇതുപോലെ പാലിൽ ഡിപ്പാവണം കേട്ടോ. അങ്ങനെ ഡിപ്പായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽഗോവ ഇട്ട് കൊടുക്കാം. നമ്മൾ 2 പാക്കറ്റ് ബ്രെഡിന് 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത് പാൽഗോവ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ആ പാൽഗോവൊക്കെ ഈ ചൂട്ടിൽ നല്ലോണം അങ്ങനെ മെൽട്ടായി പോവും. കണ്ടില്ലേ ഈ പാൽഗോവ മെൽട്ടാവണത്. ഓക്കെ, നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആ ബ്രെഡൊക്കെ ഒരുപാട് സ്മാഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ച് കഴിക്കാനൊക്കെ നമുക്ക് ആ ബ്രെഡിൻ്റെ പീസൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായ ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ബാദാം, പിസ്ത ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
4 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫൈനലായിട്ട് ഏലക്കായ ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബ്രെഡ് ഹൽവ ഇപ്പോൾ ഒരു 99% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 1% വന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ, ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹൽവയാണ് കേട്ടോ. സോ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഹൽവ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. കുറേ ദിവസമായി ഈ ഡയലോഗൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.